السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وآل كل والصحابة الفائزين، أما بعد. بسم الله الرحمن الرحيم. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. صدق الله. നിങ്ങളെ ഈ മൂന്ന് മഹാന്മാരെയും കള്ളന്മാരെ ചെന്നിട്ടും എങ്കിലും അള്ളാഹുടെ ഭാഗത്തിൽ നിന്ന് ബന്ധം അല്ലാഹ് ചെന്നിട്ടും പരിഹസിച്ചിട്ട് നിങ്ങളോ അപശകുന പിടിച്ചങ്ങാ ചെന്നിട്ടു അങ്ങനെ സംബന്ധിച്ച് വളരെ ഹീനായമായിട്ട് കണ്ടിട്ടാകുമ്പോൾ ആ ടൈമിലായിട്ട് വജാ മിൻ അഖ്സൽ മദീന, ആ സിറ്റിയുടെ അന്ത്യോഖിയാസുടെ രാജ്യത്തെ വളരെ ഭാരീ ദൂരത്തിൽ നിന്നിട്ട് വണ്ട് റജുൽ, ഒരു മനുഷ്യ, ഒരു ആൺ ചെന്നെങ്കിൽ ആണത്വവും എല്ലാ നിലക്കുള്ള തൻ്റെ ഇടവുമുള്ള ഒരു നല്ലൊരു വ്യക്തി വണ്ട്. അതിൽ ഓടിയോണ്ട് വണ്ട്, സ്പീഡായിട്ട് വണ്ട് വന്നിട്ടോട് എത്തിയിട്ട് ആല എത്തിട്ടേ ചൊല്ലു യാ കൗം, ഓ എൻ്റെ സമുദായമേ, അങ്ങക്കൊരു പ്രേരണ കൊടുക്കൊടു, അങ്ങക്കൊരു സ്ഫൂർത്തി കൊടുക്കൊടു. ഓ എൻ്റെ സമുദായമേ, ഇത്തബിഉൽ മുർസലീൻ, അള്ളാഹു കടത്തിയെങ്കത്തെ ഈ ദൂതന്മാർ ഇങ്ങളെ നിങ്ങൊന്ന് അനുസരിക്കോറു, ഇങ്ങ ചെന്ന പോലെ കേൾക്കോറു, നേരെ തരൂ, ഹിദായത്തിനെ തരൂ, നല്ല തരൂ, അങ്ങ് പടിപാടി കൊണ്ടുള്ളേ അങ്ങ് ഹക്കിടാൽമാരായിരിക്കാറ്, അങ്ങനെ നിങ്ങൾ അനുഗമിക്കോറു ചെന്നിട്ടു അയാൾ ചൊല്ലു. അതായത് അന്ത്യോഖിയാറായത്തങ്ങ ഈ മൂന്ന് മുർസലീങ്ങളെയും കൊല്ലുക വേണ്ടിയിട്ട് എല്ലാ ഒരുക്കങ്ങളാക്കിയ ടൈമിലാണ് ഓടിയോണ്ടു ഇയാൾ പണ്ട് ഇങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട്. ഈ ബന്നാളുടെ പേരാണ് സ്വാഹിബ് യാസീൻ എന്ന് അറിയപ്പെട്ട മഹാൻ. യാസീൻ്റെ ആളുണ്ട്, അതിൻ്റെ പേര് യാസീൻ സൂറത്തിന് ആളുണ്ട്. യാസീൻ സൂറത്തിന് മൈനൂർ ചരിത്ര ആ മഹാൻ കേന്ദ്രീകരിച്ചിട്ടായിരിക്കുന്നത്. അതായത് ഹബീബുൻ നജ്ജാറ് ചൊല്ലുടെ ആള്, ഹബീബുൻ നജ്ജാറ് ചൊല്ലുടെ മഹാനായിരിക്കും. അയാൾ എന്തിനായിരിക്കട്ടെ ആചാര്യസ്വറാക്കിക്കൊണ്ട് ഇരുത്തുണ്ടും പട്രസ്വറാക്കിക്കൊണ്ട് ഇരുത്തുണ്ടും എല്ലാ ഇമാമിങ്ങ കിതാബിൽ എഴുതി വെച്ചിരാറ്. അയാൾ വലിയ സീക്ക് പിടിച്ച ആളാണ്, നല്ല വലിയ സീക്കിന്. അതുപോലെ പെട്ടെന്നായിട്ട് കുഷ്ഠരോഗം വന്ന ആളായിരിക്കട്ടെ. എന്നിട്ട് ഇയാൾ നയിച്ച സ്വർത്തെ പാതി സമ്പല സ്വതക്ക കൊടുത്തോണ്ടിരുന്നു. പാവത്തിന് വലിയ സ്വതക്ക ഇഷ്ടപ്പെട്ട ആളാണ്. അയാളുടെ ഫിത്തുറത്തെ ജന്മത്തിലെ അയാൾ ഭാരി നല്ല നിലക്ക് ജീവിച്ച ആളായിരിക്കും, നല്ല തെരുൾ ജീവിച്ച ആളാണ്. ഒരു റായത്തുള്ളൊരു ഗുഹൽ, അയാളുടെ റായത്തെ മുറ്റത്തൊരു ഗുഹൽ പോയിട്ട് വെച്ചിട്ട് ഇബാദത്ത് എടുത്തുകൊണ്ടിരുന്നുണ്ടായിരിക്കും. അപ്പോൾ അയാൾ ആ അന്ത്യോഖിയാസുടെ സിറ്റിയിലല്ല ഉള്ളത്, അയാൾ ചൊമ്മ ദൂരാണുള്ളത്. അപ്പോൾ അയാൾ ദൂരത്തുമേ വരുമ്പോൾ കൊന്താവിടും ഇങ്ങനെ ദഅവത്ത്, ഈ മഹാന്മാർ മൂന്ന് മുർസലീങ്ങളെ ദീനി ദഅവത്ത് ರಾಯ ಮೊತ್ತಂ ಎತ್ತಿರಿನ ಜೊಂದಿಟ್ಟು ಕುಂತವಳು
അതുകൊണ്ടുള്ള ലൗഡ് ബെഡ് അങ്ങനെ ചുമ്മാ 10-12 ദൂരമല്ല മൈൽ ദൂരം ഇന്നത്തെ ആയങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ തൊട്ടു സിബാഖുൽ ഉമാമി സലാസ ഉമ്മത്തീങ്ങളിൽ ഫസ്റ്റികേ ഉള്ള 3 ആൾമാർ അങ്ങ് ആരംഭക്കാരായിരിക്കാറ് ലം യക്ഫുറു ബില്ലാഹ് അങ്ങ് അള്ളാഹുടെ നിഷേധിച്ചിട്ടില്ല. തൊർഫത്തായിനൊരു കണ്ണ് ചിമ്മിടത്തരത്തിൽ ടൈം കൂടെ അള്ളാഹുടെ അങ്ങ് നിഷേധിച്ചിട്ടില്ല. അങ്ങനത്തെ 3 ആൾമാരാണ്. അതിൽപ്പെട്ട ഒന്നാണ് അലിയുബ്നു അബി ത്വാലിബ് അല്ലേ. അലിയുബ്നു അബി ത്വാലിബ് പേര് കറമല്ലാഹു വജ്ഹു, അള്ളാഹു അയാളുടെ മുഖത്തെ ബഹുമാനിക്കട്ടെ എന്ന് ചൊല്ലാറ്. കാരണം അയാളുടെ ജീവിതത്തിൽ അയാൾ സുജൂദാർക്ക് അള്ളാഹു എത്ര വസ്തുക്ക് സുജൂദാക്കിയിട്ടില്ല. സുറല്ലാഹി തങ്ങളുടെ ദഅവത്ത് എത്തിയാൽ പിന്നെയും അതൊക്കെ മുന്നലും പിന്നെന്താണ് റസൂലുള്ളാഹി തങ്ങളുടെ സ്വാഹിബ് യാസീൻ, യാസീൻ്റെ ആൾ അഥവാ ഹബീബുൻ നജ്ജാർ ചൊല്ലി ഈ മഹാൻ. പിന്നെന്നായിരിക്കട് ഫിർഔന്റെ കുടുംബത്തിലുള്ള ഒരു മുഅ്മിൻ. നിങ്ങൾ 3 ആൾമാരും ബിംബത്ത് ആരാധിച്ചിട്ടില്ല. അതേപോലെ എന്തായിട്ടില്ല, ബെടക്ക് തെരുളങ്ങ് പോയിട്ടില്ല. അപ്പോൾ ടോട്ടലി ഹബീബുൻ നജ്ജാർ ആചാര്യാണ് ചെന്നിട്ടും അതല്ല ബിംബത്തെ കെത്തിയോണ്ടിട്ട് ചെന്നിട്ടും അഭിപ്രായം എന്നെങ്കും ബിംബത്ത് ആരാധിച്ചിത അങ്ങനത്തെ അഭിപ്രായമില്ല. ചില ആൾമാരുടെ അയാൾ വെറും ആചാര്യാണ്, ബിംബക്കെത്തരംഗത്തെ വിഗ്രഹക്കെത്തര ആചാര്യാൽ അല്ലാ ചെന്നിട്ടും ചെന്നെങ്ങോ ഉള്ള. ഏതാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ബണ്ടാണ്ടി ഏകദേശം 600 വർഷത്തിന് മുന്നോൾ ജീവിച്ച് റസൂലുള്ളാഹി തങ്ങളെ കാട്ടി 600 വർഷം മുന്നോൾ ജീവിച്ച മഹാനാണ് ഹബീബുൻ നജ്ജാർ. എന്നിട്ടും ബഹുമാനപ്പെട്ട മഹാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിരുന്നും റൂഹുൽ ബയാൻ പോലത്തെ തഫ്സീർ കിതാബിൽ കണ്ട്. എന്നിട്ടും അത് അയാൾ ഈമാൻ അയാൾ സത്യവിശ്വസിക്കുള്ള കാരണം അയാൾ വലിയ പണ്ഡിതനായിട്ടുണ്ട്. അള്ളാഹുടെ മുൻകാലത്തെ കിതാബുകൾ അയാൾ നല്ലതുപോലെ ഉള്ളതുപോലെ പഠിച്ച ആളായിട്ടുണ്ട്, മഹാനായിട്ടുണ്ട്. ആ മുൻകാല കിതാബുകൾ ഇഞ്ചീൽ പോലത്തെ കിതാബുകളിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷണങ്ങൾ നല്ലതുപോലെ ഇയാൾ കണ്ട് റസൂലുള്ളാഹി തങ്ങ എപ്പോൾ ബണ്ട് ചെന്നിട്ടും ഇയാൾ പഠിച്ചിട്ട് അങ്ങനെ നബി തങ്ങ ബണ്ട് കാണ്ടി മുന്നിൽ റസൂലുള്ളാഹി തങ്ങളെ വിഷയം പഠിച്ചിട്ട് ഇസ്ലാം മത റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച മഹാനാണ് ഹബീബുൻ നജ്ജാർ. ഇയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണ്ടി മുന്നിൽ വേറൊരു നബിയുടെ എന്തായിട്ടില്ല ഒരു അനുയായിയായിട്ട് ജീവിച്ച ആളല്ലാണ്ടും ഇമാമിങ്ങ എഴുതിവെച്ചതാണ്. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബണ്ട് കാണ്ടി മുന്നലോ നബി തങ്ങളെ പ്രവാചക അവിടെ ആയിട്ട് നിയുക്തിയാക്കുക കാണ്ടി മുന്നലേ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ചൊമ്മയാൾമാരുള്ളാറ്. ഹബീബുൻ നജ്ജാർ മാത്രമല്ല, ചൊമ്മ മഹാന്മാരുള്ളാറ് ചരിത്രമുണ്ട്. ടൈമിൻ്റെ അഭാവം അതുകൊണ്ട് ആ ഭാഗത്തിനാണ് കിടക്കില്ല. അപ്പോൾ ഈ മഹാൻ ഇത്രയും വലിയൊരു മഹാൻ എത്രയോ ദൂരരായത്തിൽ നിന്ന് ഓടിയോ വന്നിട്ട് ചൊല്ലേ നിങ്ങൾ ഈ ഇത്തബിയാൽ മുർസലീൻ ഈ 3 ആൾമാരെ നിങ്ങൾ ഉപ്പതിരാക്കണ്ട, അങ്ങ് ചെന്നതുപോലെ നിങ്ങൾ കേൾക്കോറൂ. ഇത്തബിയോ നിങ്ങൾ അനുസരിക്കോറോ മൻ ഈ പ്രവാചകന്മാർ ഈ മുർസലീങ്ങളെ. ലാ യസ്അലുക്കും അജ്റ നിങ്ങളുടെ പൈസ ഒന്നും കേൾക്കില്ല. ദീനത്ത് വാടിക്ക് വേണ്ടിയിട്ട് പൈസ ഒന്നും കേൾക്കില്ല. നിസ്വാർത്ഥമായ നിലക്ക് ദീനി ദഅവത്തുക വന്ന ആൾമാരായിട്ട് കിടാറ്. വഹും മുഹ്തദൂൻ അങ്ങ നേരത്തൊരു കാണ വിളിച്ചുകൊണ്ടുള്ളേ, ഹൈറായ ദീന് കാണ വിളിച്ചുകൊണ്ടുള്ളേ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കടത്തിയെങ്കത്ത് വിഷയത്താണ് അങ്ങുള്ളേ. അങ്ങ് നല്ല ആൾമാരായിട്ട് കിടാറുണ്ട്. അപ്പോൾ കൂടിയ ആൾമാർ കേൾക്കാറ് അന്താല ദീനിഹിൻ നീനും അങ്ങനെ ദീന് പോയിട്ടായിടാ. അപ്പോൾ മഹാൻ ചൊല്ലു ഒമാ അലിയ ല അഅ്ബുദു നക്കെന്ത് ഞാൻ ആരാധിക്കാണ്ടിക്കോ അല്ലതി ഒരു അള്ളാഹു ഫത്വറനി നൻ്റെ അവൻ സൃഷ്ടിച്ചിടാ നൻ്റെ സൃഷ്ടിച്ചിട്ട് പരിപാലിച്ചുകൊണ്ടുള്ള ഒരു അള്ളാഹു ഇബാദത്ത് എടുക്കാണ്ടിക്കോ നക്കെന്ദ്ര എന്ത് തടസ്സമുണ്ടോ? ഞാൻ ആക്കണായ സ്വറല്ലേ നൻ്റെ സൃഷ്ടിച്ചിട്ട്
നന്റെ പരിപാലിച്ചുകൊണ്ടുള്ള അള്ളാഹു ഞാൻ ആരാധിക്കലിക്കുന്ന കേന്ദ്ര തടസ്സം ഞാൻ ആക്കിയിട്ടേ വേണത്. അത് മാത്രമല്ല വഇലൈഹി തുർജഊൻ, ആ റബ്ബാറുണ്ടെങ്കിൽ കൊന്തുണ്ട ഈ മുർസലീങ്ങ നിങ്ങളെ ആരാധനകൾ വിളിച്ചുകൊണ്ടുള്ള റബ്ബാറുണ്ട് കൊന്തുണ്ട ആ റബ്ബുടെ മുന്നിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് മടങ്ങിയിട്ടെത്തുകൊണ്ടോ ആ റബ്ബാണ് നിങ്ങളെ ഈ ദുനിയാവ് കടത്തിരെ. എന്നിട്ട് നിങ്ങളെ മരണാനന്തരം മരിച്ചൽ പിന്നെ പുനർജന്മ ഇട്ടിട്ട് ആ റബ്ബുടെ മുന്നിൽ നിങ്ങൾ മടങ്ങിയെത്തുകൊണ്ടോ അണ്ട് നിങ്ങൾ ഖേദിച്ചു പോവാറ് ജാഗ്രത വെച്ചുള്ളോറോ. എന്നിട്ട് മഹാൻ ചൊല്ല് അത്തഖിദു മിൻ ദൂനിഹി ആലിഹ, അല്ലാഹു അല്ലാണ്ട് വേറെ ആരാധ്യ വസ്തുനെ ഞാൻ ഉണ്ടാക്കണം. നാകിട്ടളை നിങ്ങളെ പോലെ കണ്ടതിലെല്ലാം ആരാധിക്കുക, കണ്ട് ബിംബങ്ങളെ വിരോധത്തിൽ പോണുകോ നന്റെ കിട്ടല. അള്ളാഹു അല്ലാത്ത ഒരു ആരാധ്യ വസ്തുനെ ഞാൻ ഉണ്ടാക്കളെ. അള്ളാഹു ആരുണ്ട് കൊണ്ടുണ്ട ഈ യുരിദിനി റഹ്മാനു ബിദുറില്ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു சொன்னല്ലേ വലിയ കുഷ്ഠരോഗമെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട മഹാൻ കുഷ്ഠരോഗത്തിൽ നിന്നിട്ട് നല്ല ഇബാദത്തെടുത്തിട്ടും അല്ലാഹുവായിട്ട് അടുത്തിട്ടും കുഷ്ഠരോഗത്തിൽ നിന്നിട്ട് സലാമത്തായിട്ട് കുഷ്ഠരോഗം ശിഫൈത്തേൽക്ക്. അതിനെ സംബന്ധിച്ചിട്ട് ഈ യുരിദിന റഹ്മാനു ബിദുറിൻ, അള്ളാഹു നക്ക് ഉപ്പതിനാക്കും ഇത് ഉദ്ദേശിച്ചിട്ട് ഉണ്ടായെങ്കിൽ റഹ്മാനായ അള്ളാഹു നക്കെന്തെങ്കിലും ഉപ്പതിനാക്കം ഉദ്ദേശിച്ചിട്ടുണ്ടായെങ്കിൽ ലാ തുഗ്നി അന്നി നന്റെ തൊട്ടിട്ട് മയ്യാക്കല ഷഫായത്തും ആ നിങ്ങളെ ബിംബങ്ങളെ ഷഫായത്ത്, നിങ്ങളെ വിഗ്രഹങ്ങളെ ഷഫായത്ത്, അങ്ങനെ ശിഫാറസു മയ്യാക്കല ഷൈഅൻ ഒരു വസ്തുരെയും മയ്യാക്കല വലാ യുൻഖിദൂൻ ഒരു ബടക്കത്തരത്തിൽ നിന്നിട്ട് ഒരു വിഷമത്തിൽ നിന്നിട്ട് ഒരു ബുദ്ധിമുട്ടിൽ നിന്നിട്ട് ഒരിക്കലും നിങ്ങളെ ആ ബിംബങ്ങൾ രക്ഷിക്കണമേ ഇല്ല. അപ്പൊ അള്ളാഹു ഉപദ്രവ ഉദ്ദേശിച്ചുണ്ടായെങ്കിൽ നിങ്ങൾ ഈ ബിംബങ്ങളെ ഒരു ഷഫായത്ത ഒരു ഇൻഫ്ലുവൻസാ ഒന്നും നടക്കില്ല. ആ ബിംബങ്ങൾക്ക് നിങ്ങൾ ഒരു നിലക്ക് രക്ഷപ്പെടുത്തുക സാധ്യയില്ല. അള്ളാഹുവാണ് ഈ ലോകത്തെ പരിപാലിക്കണവും അവൻ വിചാരിച്ചത് മാത്രമേ നടക്കടേ. നിങ്ങളുടെ ബിംബത്തുക്ക് ഒരു ശക്തിയും ഇല്ല. നിങ്ങൾ ചെന്ന പോലെ നാമേറ്റു ഈ ബിംബത്തുക്ക് ആരാധിച്ചാൽ വേദിക്കാം. നിങ്ങൾ ചൊല്ലി ആരാധിക്കുന്നുണ്ടല്ലേ, ഇന്നീ തീർച്ചയായിട്ടും നാൻ നിശ്ചയമായിട്ടും ഇതൻ നിങ്ങൾ ചെന്നത് പ്രകാരം നാമേറ്റു ആരാധിച്ചേണ്ടായെങ്കിൽ ലഫി ദയാലിൻ മുബീൻ വ്യക്തമായ ദുർമാർഗത്തിലാണ് നാം പോണ്ടേ. നിങ്ങൾ ചെന്നതുപോലെ നാൻ ഈ ബിംബത്തുക്ക് ആരാധിച്ചെങ്കിൽ നന്റെ പിന്നെ തെരു വളരെ നാത്ത പിടിച്ച തെരുവാണ്. അതും വ്യക്തമായ സംശയമൊന്നുമില്ല, വ്യക്തമായ ബടക്കിലാണ് നാം പോണ്ടേ. ആയതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ ഈ ബിംബത്തുക ആരാധിക്കുക നാൻ റെഡിയില്ല. ഇന്നി ആമന്തു ബിറബ്ബിക്കും നിങ്ങളെ പരിപാലിച്ചുകൊണ്ടുള്ളേ, നിങ്ങളെ റബ്ബായ നിങ്ങളെ സൃഷ്ടിച്ചിട്ട് നിങ്ങളെല്ലാ നിലക്ക് പരിപാലിച്ചുകൊണ്ടുള്ളേ ആ റബ്ബടെ ഞാൻ വിശ്വസിച്ചിട്ടേ. യാൾ തൗഹീദര കലിമത്ത് ലക്ഷക്കണക്കായ ആൾമാരെ മുന്നർ ഈ മൂന്ന് മഹാന്മാരെ കൊല്ലുകൊരുമിച്ചു കൂടിയ ആ വലിയ തമ്മാടിമാരെ മുന്നർ ആ വലിയ ഉപദ്രവിച്ച ആൾമാരെ മുന്നർ ധൈര്യത്തോടുകൂടെ നല്ല ഹിമ്മത്തോടുകൂടെ മനക്കരുത്തോടുകൂടെ അയാൾ പ്രഖ്യാപനാക്കട് ഇന്നി ആമന്തു തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും ഞാൻ വിശ്വസിച്ചിര ബിറബ്ബിക്കും നിങ്ങളെ റബ്ബിടെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിര, അള്ളാഹുടെ കൊണ്ട് വിശ്വസിച്ചിര. ആയതുകൊണ്ടു ഫസ്മഊൻ നന്റെ പലക്ക നിങ്ങൾ കേൾക്കോറു, നാ ചൊല്ലുടെ വിഷയം നിങ്ങൾ കേൾക്കോറു. ഈ നിരക്ക് തൗഹീദ് ഗട്ടിലെ അയാൾ ഉച്ചരിച്ചിട്ടാകുമ്പോൾ എന്തിന നടക്കട്. ആ കൂടി ആൾമാർ കർസബണ്ട് എല്ലാവരും തുള്ളിടാറ്, എല്ലാ പക്ക തുള്ളിയിട്ട് അയാൾ മേലെ ബൂൾഡാറ്, എല്ലാവരും കൂടി ആയിരക്കണക്ക് ആൾമാർ അയാളുടെ മേലെ പോന്നിട്ടു. അയാൾക്ക് അടിച്ചിട്ട് അയാളുടെ കയ്യിലെ മേലെ കല്ലെറിഞ്ഞിട്ട് എന്നിട്ട് എന്തെല്ലാം നിലക്കുള്ള ഉപദ്രവങ്ങളാക്കടാറ്. ആ ടൈമിൽ ഹബീബുൻ നജ്ജാർ ചൊല്ലെ, സാഹിബ് യാസീൻ അറിയപ്പെട്ട മഹാൻ അവിടെ നിന്ന് ചൊല്ലെ,
ആ ടൈമിൽ ഇത്രയും മുപ്പത്തിരാക്കടെ ടൈമിൽ കൂടെ നിങ്ങൾക്ക് എതിരായിട്ടല്ല ദ്വാരക്കടെ അല്ലാഹുമ്മ ഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ നിന്റെ ഈ ആയത്തെ ആൽമാർ നിന്റെ ഈ ഖൗം എനിക്ക് ഇൽമില്ല, ഇങ്ങ പഠിച്ചിട്ടില്ല, എനിക്ക് ഗൊന്തില്ല, എനിക്ക് നീ നേരായത്തൊരു നീ കാട്ടിക്കൊടു, അങ്ങ് നീ ഹിദായത്തിരത്തൊരു കാട്ടിക്കൊടു. ഇങ്ങനെ ദ്വാർക്കിടയിൽ പക്ഷേ അങ്ങ് ബുടില്ല, പിന്നെയും മടിക്കിടാർ, എല്ലാം മേല് ബുണ്ടാർ, കല്ലെറാർ, എന്തിരലാക്കിടാർ, എന്നിട്ട് അയാളൊരു ജാഗൽ ദീപാട്ടാർ, എന്നിട്ട് അയാളുടെ മേല് നിക്കിടാർ. ആൾമാർ ഒത്തർത്ത് വന്ന് നിക്കട് നിണ്ടിട്ട് അയാളുടെ ഭയത്തിലുള്ള വസ്തുത മാത്രം പുറത്ത് പറഞ്ഞ മാത്രമല്ല ഭയത്തിലുള്ള കരളുകവും ആമാശയങ്ങളും എല്ലാം പുറത്തു കൊണ്ട് എന്നിട്ട് ഈ ഹബീബുൻ നജ്ജാറുകളുടെ മഹാൻ സ്വാഹിബി യാസീൻസുകളുടെ മഹാന്റെ അങ്ങ് കൊല്ലുടാറ് മഹാൻ വഫാത്തായി കൊണ്ടു. ഇയാളെ രക്ഷിക്കുകയും ആ കൂട്ടത്തിൽ ഒരാളും കിട്ടിയിട്ടില്ല. ഈ 3 മുർസലീങ്ങൾക്കാണെങ്കിലോ ഇത്രയും വലിയ ലക്ഷക്കണക്കായ ആൾമാരെ മുന്നലോ ഈ എന്തും ആക്കുക അപ്പം സാധ്യമായിട്ടില്ല. ഏതാണെങ്കിലും ഹബീബുൻ നജ്ജാറുകളുടെ മഹാന്റെ കൊല്ലുടാറ്. പക്ഷേ അതോടുകൂടെ ഞങ്ങളെ ചരിത്ര തേരില്ല. ഇനിയും യാസീൻ അത്ഭുതകരമായ വിഷയങ്ങൾ ചൊല്ലു. തീരദുഖുലിൽ ജന്ന അഹങ്കാരികളെ ഈ ഭൂമി ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര സുലാഭത്തെ വിട്ടിട്ടില്ല. പണ്ട് കാലം അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കരിച്ച് ഉപ്പത്തിനാക്കി നടന്ന ആൾമാരെ അള്ളാഹു ചെമ്മലേറ്റെന്തും ആക്കാണ്ട് അങ്ങ് ബനായ പോലെ അങ്ങനെ നോക്കിയിട്ട് ഇനിയും ഞങ്ങളുടെ ചരിത്ര തുടർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബുൻ നജ്ജാറുകളുടെ മഹാന്റെ പോലത്തെ ശക്തിയായ ഈമാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തരുമാറാകട്ടെ. ഞങ്ങളെ ഈമാൻ അള്ളാഹു ഭദ്രമാക്കി തരുമാറാകട്ടെ. ചരിത്രങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ചിട്ട് അള്ളാഹു ആ മഹാന്മാരെ വടി പിന്തുടർന്നിട്ട് നല്ല ഹിമ്മത്തോടുകൂടെ നല്ല അടിവറക്കലോടുകൂടെ അള്ളാഹുടെ അനുസരിച്ച് ജീവിക്കണങ്ങളിൽ ഞങ്ങളെല്ലാവരെയും അള്ളാഹു താലപ്പെടുത്തട്ടെ. ഞങ്ങളെയും ഞങ്ങളെ കുടുംബക്കാർ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങൾ എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷമങ്ങളെ തൊട്ട് പ്രയാസങ്ങളെ തൊട്ട് ബുദ്ധിമുട്ടുകളെ തൊട്ട് കടങ്ങളിൽ നിന്നിട്ട് കഷ്ടങ്ങളിൽ നിന്നിട്ട് ടെൻഷനുകളിൽ നിന്നിട്ട് സലാമത്താക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് കൊണ്ട് ആഫിയത്ത് കൊണ്ട് ആരോഗ്യം കൊണ്ട് അവകളെ കൊണ്ട് കടവീട്ടൽ കൊണ്ട് എല്ലാ നിലക്കുള്ള സന്തോഷങ്ങളെ കൊണ്ട് അല്ലാഹു ഞങ്ങളെ നിറക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ദുനിയാവ് ആഖിറ വിജയത്തുള്ള തിങ്കളായിട്ട് അല്ലാഹു ആക്കി തരുമാറാകട്ടെ.